Good morning. In this video, I would like to share some ideas related to Marxian economics. Before we get into various ideologies or ideas put forward by Karl Marx, let's have an understanding on his life or his writings, etc. And his full name is Karl Heinrich Marx, who lived between 1818 to 1883. അദ്ദേഹം പല പല മേഖലകളിൽ എന്ന് വെച്ചാൽ ഒരുപാട് മേഖലകളിലൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഹി വാസ് എ ഫിലോസഫർ, എ പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റ്, എ ഹിസ്റ്റോറിയൻ, എ പൊളിറ്റിക്കൽ തിയറിസ്റ്റ്, എ സോഷ്യോളജിസ്റ്റ്, എ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ്. അങ്ങനെയൊക്കെയുള്ള പല മേഖലകളിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ഹി അഡ്രസ്ഡ് ദി ഇഷ്യൂസ് ലൈക്ക് alienation or and exploitation of working class and uh, capitalist mode of production, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടും ഈ റൈറ്റിങ്സിലൊക്കെ വന്നിട്ടുള്ളത്. മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വർക്കേഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ, ക്യാപിറ്റലിസ്റ്റ് റൈസ്, അതേപോലെ ക്യാപിറ്റലിസത്തിൻ്റെ തകർച്ച, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലെല്ലാം മെയിനായിട്ടും വന്നിരിക്കുന്നത്. ആൻഡ് ഹിസ് ഐഡിയാസ് influenced the development of modern social science. Actually, this modern social science, it was very much influenced by the writings of Karl Marx. He is also one of the founders of scientific socialism, and his ideas got much popularity after the Bolshevik Revolution of Russia in 1917. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടായിരിക്കും റഷ്യൻ വിപ്ലവം, റഷ്യയിലെ ചക്രവർത്തിമാർക്കെതിരെ നടത്തിയ ഒരു രക്തരൂഷിതമായിട്ടുള്ളൊരു വിപ്ലവമായിരുന്നു. അപ്പോൾ അതിലൂടെയാണ് ഈ മാർക്സിയൻ ഐഡിയോളജി അല്ലെങ്കിൽ മാർക്സിൻ്റെ ഈ പറയുന്ന ഒരു തിയറീസും അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിനൊക്കെ കൂടുതലൊരു അക്സെപ്റ്റൻസും ഒരു പോപ്പുലാരിറ്റിയൊക്കെ വന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ബുക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാം യു മൈ ബി മച്ച് ഫെമിലിയർ വിത്ത് ദ ബുക്സ് റിട്ടൺ ബൈ കാൾ മാർക്സ്. And the first one, he had written a lot of books, but the most important or most famous books are The Communist Manifesto and Das Capital. ഒരുപാട് ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാൻ പറ്റുന്ന രണ്ട് ബുക്കുകളാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ദസ് ക്യാപിറ്റലും. ദസ് ക്യാപിറ്റലിൻ്റെ ഒരു ചരിത്രം തന്നെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ടു 3 വോളിയൂംസ്, ഓഫ് വിച്ച് ഓൺലി ഫസ്റ്റ് വോളിയം വാസ് പബ്ലിഷ്ഡ് ബൈ കാൾ മാർക്സ്. അതിനുശേഷം അതിൻ്റെ ബാക്കി വോളിയൂംസൊക്കെ പബ്ലിഷ് അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമിയായിട്ടുള്ള എംഗൽസാണ് അദ്ദേഹത്തിന് പിന്നീട് അത് പബ്ലിഷ് ചെയ്യുകയുണ്ടായത്. ഓക്കെ, then Communist Manifesto explains the exploitation of workers, and this capital explains it studies about the functioning of capitalist system and its decays, its drawbacks, etc. അപ്പോൾ അതേപോലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മെയിനായിട്ടും വർക്കേഴ്സ് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചാണ് കൂടുതലായിട്ടും പറഞ്ഞിരിക്കുന്നത്. Now, let's have a look at various Marxian ideologies, more the philosophy of Karl Marx. And the first one is dialectical materialism. And this is the main philosophy and of Marxian economics. And he used this philosophy from Hegelian philosophy on material basis to develop. ആക്ച്വലി കാൾ മാർക്സിൻ്റെ ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വളരെ പോപ്പുലറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിന് ഈ മാർക്സിയൻ ഐഡിയോളജി അല്ലെങ്കിൽ മാർക്സിയൻ ഫിലോസഫിയെ വേറിട്ട് നിർത്തുന്ന ഒരു കൺസെപ്റ്റാണ്. അത് അദ്ദേഹം മെയിനായിട്ടും സ്വീകരിച്ച ആ ഒരു ഐഡിയ അദ്ദേഹത്തിന് കിട്ടിയത് ഈ ഒരു ഹെഗ്ലിയൻ ഫിലോസഫിയിൽ നിന്നാണ്. ഹെഗ്ലിയൻ ഫിലോസഫി ആൻഡ് മെറ്റീരിയലിസം, അതിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം പറയുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് എക്സ്പ്ലെയിൻസ്
ഹൗ ദ ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഇൻ എ സൊസൈറ്റി. എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ മാറ്റങ്ങൾ വരുന്നത്, എങ്ങനെയാണ് ഈ പറയുന്ന പോലെ പഴയ ഫ്യൂഡലിസം വാസ് റീപ്ലേസ്ഡ് ബൈ ക്യാപിറ്റലിസം, ആൻഡ് ഹൗ ദ ക്യാപിറ്റലിസം വിൽ ബി റീപ്ലേസ്ഡ് ബൈ സോഷ്യലിസം, ആൻഡ് ഹൗ ദ ഫൈനലി കമ്മ്യൂണിസം ഈസ് റീച്ച്ഡ്, കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പം അങ്ങനെയുള്ള എങ്ങനെയാണ് ഈ പറയുന്ന സോഷ്യൽ ചേഞ്ചസ് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ വരുന്നത്, അതാണ് ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെവലപ്മെൻറ്റ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ്, ലോട്ട് ഓഫ് ചേഞ്ച് ടേക്സ് പ്ലേസ്. ഇപ്പോൾ ഏറ്റവും വെൽഫെയർ ആയിട്ടുള്ള ഡെവലപ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിസം എന്നുള്ളൊരു ആശയമാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. And development takes place in 3 stages, and the first one is antithesis, then thesis, and finally the synthesis. അപ്പോൾ ആൻറ്റിതീസിസ് എന്നൊക്കെ പറയുക ഒരു പ്രിമിറ്റീവ് സൊസൈറ്റി, ഫ്യൂഡലിസ്റ്റിക് സൊസൈറ്റി, തീസിസ്, അതിനുശേഷം ക്യാപിറ്റലിസം വന്നു, അതിനുശേഷം ഒരു സോഷ്യലിസ്റ്റ് സിസ്റ്റം വന്നു, അപ്പോൾ അതിലൂടെ ഒരു കമ്മ്യൂണിസം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനെയാണ് നമ്മളൊരു സിന്തസിസ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ മാറ്റങ്ങളൊക്കെ എങ്ങനെ പോസിബിൾ ആകുന്നു, അതാണ് ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം പറയുന്നത്. നോ ഐഡിയ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ or situation is fixed. Each contains itself a seed for change. എല്ലാ മാറ്റങ്ങൾക്ക് വിധേയമാണ്, ഒന്നും അവിടെ ഫിക്സഡ് ആയിട്ടില്ല, എല്ലാ മാറ്റങ്ങൾക്കും വിധേയമാണ്. അത് ഐഡിയാസ് മാറും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറും, സിസ്റ്റം മാറും, എല്ലാ മാറ്റങ്ങൾക്കും വിധേയമാണ് ഇൻ ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ആൻഡ് ദ വേൾഡ് ഈസ് ചേഞ്ച് നോട്ട് ബൈ ഐഡിയാസ് ബട്ട് ബൈ ആക്ച്വൽ ഫിസിക്കൽ ഓർ മെറ്റീരിയൽ ആക്ടിവിറ്റീസ് ആൻഡ് പ്രാക്ടീസസ്. അതാണ് മാർക്സിൻ്റെ മെയിനായിട്ടുള്ളൊരു മറ്റൊരു കൺസെപ്റ്റ്. ജസ്റ്റ് ലൈക്ക് ക്യാപിറ്റലിസം റീപ്ലേസ്ഡ് ഫ്യൂഡലിസം, socialism would replace capitalism and form a classless society called communism. അതാണ് അദ്ദേഹം പറയുന്നത്. ഈ മാറ്റം, സോഷ്യൽ ചേഞ്ച്, ആ ചേഞ്ച് അല്ലെങ്കിൽ ആ ഡെവലപ്മെൻറ്റിൻ്റെ പ്രോസസ്സിൽ എങ്ങനെയാണോ ഫ്യൂഡലിസ്റ്റിക് സിസ്റ്റത്തെ ക്യാപിറ്റലിസം റീപ്ലേസ് ചെയ്തതുപോലെ തന്നെ ഈ പറയുന്ന പ്രസൻറ്റ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തെ സോഷ്യലിസ്റ്റ് സിസ്റ്റം റീപ്ലേസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഫൈനലി an ideal society called communism will be established. അതാണ് അദ്ദേഹം ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ചേഞ്ച് സംഭവിക്കുന്നത്, അതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടും പറയുന്നത്. ആൻഡ് ദിസ് വുഡ് എമേർജ് ആഫ്റ്റർ ദി ട്രാൻസിഷൻ പീരിയഡ് കോൾഡ് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രൊലറ്ററേറ്റ്. അപ്പോൾ അവസാനം എന്താണ് കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ എന്താണ് ഈ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നീട് നമ്മൾ പോയിൻറ്റുകൾ വരുന്നുണ്ട്. അപ്പം ഒരു കാലഘട്ടത്തിന് ശേഷം ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം വർക്കേഴ്സിനെ പ്രൊലറ്റേറിയൻസിനെ അല്ല പ്രൊലറ്ററേറ്റിനെ കൂടുതലായിട്ട് ചൂഷണം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫൈനലി അവരതിനെതിരെ റിയാക്ട് ചെയ്യും. അതിലൂടെ എന്താണ് ക്യാപിറ്റലിസം വിൽ ബി ത്രോൺ ഔട്ട് of the system, and finally a dictatorship of proletariat will be established, and this ultimately lead to the formation of communism. അപ്പം അങ്ങനെയൊരു ഐഡിയോളജിയാണ് അദ്ദേഹം ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന കൺസെപ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. So his dialectics emphasizes this importance of real world conditions and the presence of contradictions within things. ഓക്കെ, അപ്പോൾ അങ്ങനെ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് പൊളിറ്റിക്കൽ ഓർ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് റിസൾട്ട്സ് ഫ്രം കോൺഫ്ലിക്റ്റ് ഓർ സോഷ്യൽ ഫോഴ്സസ് ആർ ഇൻറ്റർപ്രറ്റഡ് ആസ് കോൺട്രഡിക്ഷൻസ്. ഓക്കെ, അപ്പം ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ദി ചേഞ്ചസ് ഹാപ്പൻസ്, ഹൗ ദ സൊസൈറ്റി മൂവ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ആൻഡ് ദർ ആർ 3 stages: the antithesis, the primitive stage, the synthesis, thesis and synthesis. Synthesis is a സൊസൈറ്റി കോൾഡ് കമ്മ്യൂണിസം. ആ ഒരു കമ്മ്യൂണിസം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന ആ ഒരു അതിനെയാണ് നമ്മൾ സിന്തസിസ് എന്ന് പറയുന്നതിൽ അർത്ഥമാക്കുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് കൺസെപ്റ്റ് ഈസ് മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി. നമ്മൾ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ നമ്മൾ എങ്ങനെ ഹൗ ദി ചേഞ്ച് ഹാപ്പൻസ് അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്.
Actually, Marxian says of social evolution or a materialistic interpretation of history looks for the causes of social development and changes. ഈ മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുമ്പം ഈ പറയുന്ന ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞു എങ്ങനെ ചേഞ്ച് വരും, എങ്ങനെയാണ് ചേഞ്ച് ചേഞ്ചിൽ സംഭവിക്കുന്നത്, എങ്ങനെയുള്ള ചേഞ്ചാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ മാക്സിൻ സ്റ്റേജസ് ഓഫ് സോഷ്യൽ എവല്യൂഷൻ, അതിനെയാണ് അദ്ദേഹം പറയുന്നത് ഈ മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി. അപ്പോൾ ആ ഒരു സ്റ്റേജസ് ഓഫ് സോഷ്യൽ ചേഞ്ച് അത് സംഭവിക്കുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, what are the reasons, the causes of social development or social changes. That is what we analyze in the materialistic interpretation of history or Marxian theories of social evolution. അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് അനലൈസ്, ഇതിനുള്ള ഈ സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാകുന്ന കാരണങ്ങളാണ്. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്യാപിറ്റലിസം ക്യാപിറ്റലിസത്തെ റീപ്ലേസ് ചെയ്ത് ക്യാപിറ്റലിസം ഫ്യൂഡലിസത്തെ റീപ്ലേസ് ചെയ്തു, സോഷ്യലിസം ക്യാപിറ്റലിസത്തെ റീപ്ലേസ് ചെയ്യുന്നു, അങ്ങനെ ഫൈനലി ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം വരുന്നു. അതൊക്കെ വരാനുണ്ടായ കാരണങ്ങൾ, അതാണ് ഈ മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി. അതിന് അദ്ദേഹം he used history. There's a historical evolution. അപ്പോൾ ഒരു ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു ചേഞ്ചസ്, ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ വരും. ഒരു എവല്യൂഷൻ ഒരു എന്താ പറയുക, മാറ്റങ്ങൾ അതിൻ്റെ ഒരു എവല്യൂഷനാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പം അതിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് ഈസ് മെറ്റീരിയലിസ്റ്റിക് ബിക്കോസ് he interpreted the social evolution on the basis of material or economic basis. നമ്മൾ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ കുറേ കൂടെ ഇതിനുള്ള കാരണങ്ങൾ കുറേ ഈ മെറ്റീരിയലിസ്റ്റിക്കാണ്. അതിന് അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഇതെല്ലാം ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു എക്കണോമിക് ബേസിസിലായതുകൊണ്ട് നമുക്ക് പറയാം ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണം ഒരു മെറ്റീരിയലിസമാണ്, അല്ലെ മെറ്റീരിയലിസ്റ്റിക് കാഴ്ചപ്പാടുകളാണ്. ആൻഡ് ദിസ് ചേഞ്ച് ഈസ് ഓൾസോ ഹിസ്റ്റോറിക്കൽ. അതാണ് നമ്മൾ പറഞ്ഞത്, ഇറ്റ്സ് എ മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി. ഇറ്റ് ഈസ് ഓൾസോ ഹിസ്റ്റോറിക്കൽ ബിക്കോസ് ഹി എക്സ്പ്ലെയിൻ ദി സോഷ്യൽ എവല്യൂഷൻ ഫ്രം വൺ സ്റ്റേജ് ടു അനദർ. ഒരു സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സ്, ഒരു എവല്യൂഷൻ. അപ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു ഹിസ്റ്ററി ഉണ്ട്, ചരിത്രമുണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടിയാണ് അദ്ദേഹം ഈ ചേഞ്ചിനെ, സോഷ്യൽ ചേഞ്ചിനെ അദ്ദേഹം കാണിക്കുന്നത്. അപ്പം അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞതാണ് ഈ ചേഞ്ചിനുള്ളൊരു കാരണം എല്ലാം മെറ്റീരിയലിസമാണ്, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക്കാണ്. അതോടൊപ്പം തന്നെ ഇറ്റ് ഓൾസോ ഹാസ് സം കൈൻഡ് ഓഫ് ഹിസ്റ്ററി. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ചേഞ്ച് അതിൻ്റെ അകത്ത് നമുക്ക് കാണുവാനായിട്ട് പറ്റും. ദെൻ മെറ്റീരിയലിസം ഇംപ്ലൈസ് ദാറ്റ് ഇറ്റ് ഈസ് എ മാറ്റർ ഓർ മെറ്റീരിയൽ റിയാലിറ്റി വിച്ച് ഈസ് എ ബേസിസ് ഫോർ എനി ചേഞ്ച് ഇൻ ദ സൊസൈറ്റി. അപ്പം ഈ അതാണ് അദ്ദേഹം നേരത്തെ ആദ്യം പറഞ്ഞ മെറ്റീരിയലിസമാണ് നമ്മുടെ ഈ പറയുന്ന ഒരു സോഷ്യൽ എവല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ ചേഞ്ചിന് കാരണമാകുന്ന മെയിനായിട്ടുള്ളൊരു സംഭവം. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു മാക്സ്, social evolution is always dynamic in nature and all societies have a similar pattern of history and every history is built upon the material foundation. And for him, society is dialectical unity because of the basic structure and superstructure. അദ്ദേഹം പറഞ്ഞു വരുന്നത്, നമ്മൾ ആദ്യം ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസും കണ്ടു, അതിലെത്താൻ നമ്മൾ പറഞ്ഞ് ഹൗ ദ ചേഞ്ചസ് ഹാപ്പൻസ്. ദെൻ രണ്ടാമത്തേൽ എന്താണ്, മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി. അതിൽ നമ്മൾ ആ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുകയാണ് ഈ ചരിത്രത്തിന്, ഈ ചേഞ്ചസിന്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള എവല്യൂഷൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ എവല്യൂഷൻ സംഭവിക്കുന്നത്, അതാണ് നമ്മൾ ഈ മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററിയിൽ നമ്മൾ പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് അതിനുള്ള റീസൺ എന്താണ്, ഫുള്ള് മെറ്റീരിയലിസ്റ്റിക്കാണ്. ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ല മെറ്റീരിയലിസമാണ് ഇതിൻ്റെ അകത്തുള്ള മെയിനായിട്ടുള്ളൊരു കാരണം. അപ്പോൾ അത് കുറേയും കൂടി ഒരു ഡൈനാമിക് കൺസെപ്റ്റാണ്, ഡൈനാമിക്കാണ്, മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടുള്ള ഒരു എവല്യൂഷൻ ഉണ്ട്, അതിൻ്റെ എവല്യൂഷൻ്റെ പ്രോസസ്സാണ്. ദെൻ പിന്നീട് അദ്ദേഹം പറഞ്ഞ് ഫോർ ഹിം എ സൊസൈറ്റി ഈസ് ഡയലക്റ്റിക്കൽ യൂണിറ്റി
എന്നുവെച്ചാൽ വൈരുദ്ധാത്മകമായിട്ടുള്ള ഒരുപാട് ആശയങ്ങളുടെ ഒരു യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് അതിൻ്റെ ഒരു കൂടിച്ചേർച്ചയാണ്, അതിൻ്റെ ഒരു ഒത്തുചേരൽ കൂടിയാണ് ഈ പറയുന്ന ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ബേസിക് സ്ട്രക്ചറുണ്ട്, സൂപ്പർ സ്ട്രക്ചറുണ്ട്. ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പം ദി എക്കണോമിക് സ്ട്രക്ചർ വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് relations of production. Commonly that is known as the mode of production. Then there is superstructure which consisting of political, ideological and theoretical aspects of society. അപ്പം ഈ പറയുന്ന സൂപ്പർ സ്ട്രക്ചറിൻ്റെയും അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറിൻ്റെയും ഒരു യൂണിറ്റിയാണ് അതിൻ്റെ നമ്മളെല്ലാ ഒരു ഡയലക്റ്റിക്കൽ യൂണിറ്റി, വൈരുദ്ധാത്മകമായിട്ടുള്ള ഒരു എന്താ ഒരു യോജിപ്പാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുക. സൂപ്പർ സ്ട്രക്ചറിൻ്റെയും ബേസിക് സ്ട്രക്ചറിൻ്റെയും അതാണ് നമ്മൾ ഈ ഒരു സൊസൈറ്റിയിൽ കാണുന്നത്. അവിടെ പ്രൊഡക്ഷൻ റിലേഷൻഷിപ്പും അതോടൊപ്പം തന്നെ അതിന് നമ്മൾ പറയുന്നത് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഓൾസോ സൂപ്പർ സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് പൊളിറ്റിക്കൽ, ഐഡിയോളജിക്കൽ, തിയററ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദി സൊസൈറ്റി. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു എന്താ ഒരു ഇക്വിലിബ്രിയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പറയാം. അതിൻ്റെ ഒരു യൂണിറ്റിയാണ്, അതിൻ്റെ ഒരു ഒത്തുചേരലാണ് ഈ പൊളിറ്റിക്കൽ എന്ന് പറയും. അത് നമ്മൾ പ്രൊഡക്ഷൻ അതെന്ന് പറയും പ്യുവർലി ഇറ്റ് ഈസ് മെറ്റീരിയലിസ്റ്റിക് കൺസെപ്റ്റ്. അതോടൊപ്പം തന്നെ അതിന് ശേഷം വരുന്ന ഇപ്പോൾ പൊളിറ്റിക്കൽ, ഐഡിയോളജിക്കൽ അതുമായിട്ട് അങ്ങനെയുള്ള ആശയങ്ങൾ അതിൻ്റെ എല്ലാം കൂടെയുള്ള ഒരു മിക്സഡ് സിസ്റ്റമാണ്. അതാണ് ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുന്നത്. അപ്പം സൂപ്പർ സ്ട്രക്ചർ ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് സൊസൈറ്റി ഈസ് ഡയലക്റ്റിക്കൽ യൂണിറ്റി ഓഫ് ബേസിക് സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ, എക്കണോമിക് സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ ആൻഡ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രൊഡക്ഷനും റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷനുമാണ്. അതിന് നമ്മൾ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഡയലക്റ്റിക്കൽ യൂണിറ്റി എന്ന് പറയുന്നത് ഇതിനെയാണ് യൂണിറ്റി ഓഫ് ബേസിക് സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഇക്കണോമിക് സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. മറ്റൊരു ഇത് പറഞ്ഞാൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. ഇതിൻ്റെ ഇതാണ് അതെല്ലാം സെയിം ഇതാണ്. അപ്പോൾ അതാണ് നമ്മളൊരു ഡയലക്റ്റിക്കൽ യൂണിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇതാണ്. മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുമ്പം ദ സൊസൈറ്റി, ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻസ് in an evolutionary manner, or it has a history, and the materialistic interpretation of history that give some kind of interpretations to the കോസസ് ഓഫ് ചേഞ്ച്. എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്? അതിനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ, ബിക്കോസ് ഓഫ് മെറ്റീരിയലിസം, മെറ്റീരിയലിസ്റ്റിക് കാഴ്ചപ്പാടുകൾ. അതുകൊണ്ട് ആ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതികൾ അതൊക്കെയാണ് ഈ പറയുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പം സൊസൈറ്റിയിലൊരു ഡയലക്റ്റിക്കൽ യൂണിറ്റി വരുമ്പോൾ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് അവിടെ എന്താണ് ബേസിക് സ്ട്രക്ചറും സൂപ്പർ സ്ട്രക്ചറും ഒരു മിക്സ്, അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ഈ മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററിയിൽ അദ്ദേഹം പറയുന്നത്. ഇനി സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ചേഞ്ചസിനെ കുറിച്ചെല്ലാം നമുക്ക് എന്താണ് ഓരോ സ്റ്റേജസ് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ഹിം എവരി സൊസൈറ്റി progresses stage by stage, and dialectical materialism suggested that every objects are subject to continuous changes. നമ്മൾ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, ഒന്നും എന്താണ് സ്റ്റേബിൾ അല്ല, ഡൈനാമിക്കാണ്, കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ചസ് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. ദ ഫോളോയിങ് ആർ ദ സ്റ്റേജസ് ത്രൂ വിച്ച് എ സൊസൈറ്റി ഹാസ് ടു പാസ് ത്രൂ. അതിൽ അദ്ദേഹം 6 സ്റ്റേജുകളാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം ആസ് ഇൻ എ കോപ്പറേറ്റീവ് ട്രൈബൽ സൊസൈറ്റീസ്. പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനുഷ്യൻ്റെ കാലം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഈ സയൻസ് ആൻഡ് ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടം. അന്ന് ആദ്യ മനുഷ്യരുടെ കാലത്ത് അന്ന് ആ ഒരു സമയത്തുണ്ടായിരുന്നു സഹവർത്തിത്വവും ഒരു സഹകരണവും അങ്ങനെയുള്ള ഒരു കാലഘട്ടം. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് സ്ലേവ് സൊസൈറ്റി. പിന്നീട് മാറ്റങ്ങളൊക്കെ വന്നപ്പോൾ അടിമത്ത സമ്പ്രദായങ്ങളെല്ലാം വന്നു. ട്രൈബൽ പ്രോഗ്രഷൻ ഇൻ ടു സിറ്റി സ്റ്റേറ്റ്സ് ആൻഡ് ഓട്ടോക്രസി ഈസ് ബോൺ ആൻഡ് മെനി പീപ്പിൾ turned in were placed as slaves.
അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ലേവ് സൊസൈറ്റിയുടെ ഒറിജിനാണ് മെയിനായിട്ടും വന്നത്. അത് ശരിക്കും പറയാം ഒരു അർബനൈസേഷനുമായിട്ട് കണക്ട് ചെയ്താണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം വന്നതാണ് ഫ്യൂഡലിസം. ആഫ്റ്റർ ദി സ്ലേവ് സൊസൈറ്റി ഫ്യൂഡലിസ്റ്റിക് സൊസൈറ്റി വാസ് ഫോംഡ്. ഫ്യൂഡലിസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു മിഡീവൽ പീരീഡിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഒരു നമ്മുടെ ലോകത്ത് നിലനിന്നിരുന്നൊരു ഒരു 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 എന്താ അനീതിയായിരുന്നു ഫ്യൂഡലിസം, അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ളൊരു വസ്തുതയായിരുന്നു, റിയാലിറ്റിയായിരുന്നു ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ആൻഡ് വേർ ദി അരിസ്റ്റോക്രാറ്റ് ആർ ദ റൂളിംഗ് ക്ലാസ് ആൻഡ് മെർച്ചൻസ് എവോൾവ് ഇൻ ടു ക്യാപിറ്റലിസ്റ്റ്. ഫ്യൂഡലിസ്റ്റ് സിസ്റ്റത്തിൽ അവിടെ രാജ്യഭരണം അല്ലെങ്കിൽ അരിസ്റ്റോക്രാറ്റ് ഫാമിലി റൂളിംഗ് കമ്മ്യൂണിറ്റി വാസ് ദെയർ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ മെർച്ചൻസ് ദേ വർ ദ പാർട്ട് ഓഫ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം. അപ്പം ഈ പറയുന്ന മെർച്ചൻ്റ് ഈ ആദ്യം ഒരു പ്രൊമിറ്റീവ് സൊസൈറ്റി, പിന്നീട് നമ്മളീ പറഞ്ഞ പോലെ ഒരു സ്ലേവ് സൊസൈറ്റി ഫോം ചെയ്തു. അതിനുശേഷം അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഫ്യൂഡലിസം വന്നു, ജന്മിത്വ സമ്പ്രദായം വന്നു. അതിനുശേഷം ദിസ് ഫ്യൂഡലിസം വാസ് റീപ്ലേസ്ഡ് വിത്ത് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്താണ്, മെർച്ചൻസ് ആണ്. അപ്പോൾ പിന്നെ റൂളേഴ്സ് അരിസ്റ്റോക്രാറ്റിക് ഫാമിലീസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു, പിന്നെ മെർച്ചൻസിന് പ്രാധാന്യം വന്നു. അതങ്ങനെ ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം വന്നു. അപ്പോൾ നമ്മൾ ആ ഒരു കൊളോണിയൽ കാലഘട്ടമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ എന്നുണ്ട് പ്യുവർലി ഒരു ട്രേഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെർച്ചൻസിൻ്റെ ഒരു സൊസൈറ്റി, ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി വാസ് ഫോംഡ്. ആൻഡ് ദ ഫിഫ്ത്ത് സ്റ്റേജ് ഈസ് സോഷ്യലിസം. Workers gain class consciousness and through proletarian revolution, capitalist dictatorship is disposed. അപ്പം ഒരു പ്രൊലറ്റേറിയൻ ഒരു റെവല്യൂഷനിലൂടെ ഈ പറയുന്ന ഒരു ക്യാപിറ്റലിസം ഓവർത്രോ ചെയ്ത് അവിടെ ഒരു സോഷ്യലിസം കൊണ്ടുവരുന്നു എന്നാണ്. ഫൈനലി സ്റ്റേജ് ഈസ് കോൾഡ് കമ്മ്യൂണിസം ഈസ് റീച്ച്ഡ്. അപ്പോൾ ഇങ്ങനെ ഒരു 6 സ്റ്റേജസാണ് മെയിനായിട്ടും നമ്മുടെ ഈ മാർക്സിയൻ ഐഡിയോളജിയിൽ പറയുന്നത്, സോഷ്യൽ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത്. അപ്പം കമ്മ്യൂണിസം ഈസ് എ ക്ലാസ്ലെസ് ആൻഡ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി വെയർ വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ആർ മാക്സിമൈസ്ഡ്. ആൻഡ് ഫോർ ഹിം സൊസൈറ്റീസ് ക്ലാസസ് ആർ ദ causes of changes, and capitalism is the present stage and communism will be the future stage. And capitalism creates internal tensions and it is self-destructive. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പം പ്രസൻറ്റ് സ്റ്റേജ് ക്യാപിറ്റലിസമാണ്, പക്ഷേ പിന്നീട് ഫ്യൂച്ചറിൽ അത് സോഷ്യലിസം റീപ്ലേസ് ചെയ്യും. കാരണം ക്യാപിറ്റലിസത്തിൻ്റെ തകർച്ചയ്ക്കുള്ള അതിൻ്റെ മരുന്നുകൾ അല്ലെങ്കിൽ അതിൻ്റെ സീഡ്സ് അതിനുള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് മാർക്സ് പറയുന്നത്. സോ ദിസ് ഈസ് സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ, 5 സ്റ്റേജസ്. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, സെക്കൻഡ് ഹിസ്റ്റോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി. എവല്യൂഷൻ്റെ ഹിസ്റ്ററിയാണ് പറയുന്നത്. എന്തുകൊണ്ട്, ഹൗ, റീസൺ, എന്തുകൊണ്ട്, വാട്ട് ആർ ദ കോസസ് ഓഫ് ചേഞ്ച്, അതാണ് നമ്മളതിൽ പറയുന്നത്. ഇതിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചാണ് സംഭവിക്കുന്നത്, തേർഡ് ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്. 5 തരത്തിലുള്ള സ്റ്റേജസാണ് അദ്ദേഹം പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്തത് വാല്യൂ ആൻഡ് സർപ്ലസ് വാല്യൂ. ഇനി മാർക്സ് പറയുന്നത് വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ ആവറേജ് എമൗണ്ട് ഓഫ് ടൈം നീഡഡ് ടു പ്രൊഡ്യൂസ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര സമയമാണ് കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്നത് അതാണ് തീരുമാനിക്കുന്നത്. ആൻഡ് വേജസ് ഓഫ് വർക്കേഴ്സ് ഷുഡ് ബി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ലേബർ പവർ അപ്ലൈഡ് ബൈ ദ വർക്കേഴ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് എ കമ്മോഡിറ്റി. അപ്പം വർക്കേഴ്സിന് കൊടുക്കുന്ന വേജ് എന്ന് പറയുന്നത് അവരെത്ര മണിക്കൂർ അവർ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവർ ലേബർ പവർ അവർ കൊടുക്കുന്നുണ്ട്, അതിന് ആനുപാതികമായിട്ടായിരിക്കണം വേജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം
വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി കമ്പോസ്ഡ് ഓഫ് 3 എലമെൻറ്റ്സ്. ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 കാര്യങ്ങളെ ഡിപ്പെൻഡൻ്റ് ആണ് ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ. ഫസ്റ്റ് വൺ ഈസ് കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ. കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, വാല്യൂ ഓഫ് മെറ്റീരിയൽ ഓർ മെറ്റീരിയൽസ് ആൻഡ് മെഷീനറി എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ക്യാപിറ്റലാണ്. നമ്മൾ ഈ കോസ്റ്റിലൊക്കെ നമ്മൾ പറയുന്ന ഫിക്സഡ് ക്യാപിറ്റലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. മെഷീനറിക്ക് മുടക്കുന്നതും അതേപോലെയുള്ളതൊക്കെ ഉള്ളത്. ദെൻ വേരിയബിൾ ക്യാപിറ്റൽ എന്ന് പറയുമ്പം വാല്യൂ ഓഫ് ലേബർ പവർ. ദെൻ സർപ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുമ്പം വാല്യൂ ആഡഡ് ഇൻ പ്രൊഡക്ഷൻ. അതാണ് നമ്മൾ സർപ്ലസ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയുന്നത്, വാല്യൂ ആഡഡ് ഇൻ പ്രൊഡക്ഷൻ. അപ്പോൾ ഇതിൽ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓക്കെ, ഇവിടെ ഒരു ടോട്ടൽ വാല്യൂ ഈസ് ഈക്വൽ ടു സി പ്ലസ് വി പ്ലസ് എസ് എന്നുള്ളതാണ്, സി പ്ലസ് വി പ്ലസ് എസ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ അതൊന്ന് മാറ്റി. ടോട്ടൽ വാല്യൂ ഈസ് ഈക്വൽ ടു സി പ്ലസ് വി പ്ലസ് എസ്. സി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ, വി എന്ന് പറയുന്നത് വേരിയബിൾ ക്യാപിറ്റൽ, എസ് എന്ന് പറയുന്നത് സർപ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂടിച്ചേരുന്നതാണ് ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ തീരുമാനിക്കപ്പെടുന്നത്. അപ്പം വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ സബ്സിസ്റ്റൻസ് വേജ് ഗിവൺ ടു വർക്കേഴ്സ്. അതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൺസെപ്റ്റ്. ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ദാൻ ദ സബ്സിസ്റ്റൻസ് വേജ് ഗിവൺ ടു ദ വർക്കേഴ്സ്. അപ്പോൾ അദ്ദേഹം ഈ സർപ്ലസ് വാല്യൂ എന്ന് പറഞ്ഞത് ഈ പറയുന്ന അഡീഷണലായിട്ട് സി പ്ലസ് വി പ്ലസിനെ കഴിഞ്ഞ് അഡീഷണലായിട്ട് എന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെയാണ് ഒരു സർപ്ലസ് വാല്യൂ എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പം ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന സബ്സിസ്റ്റൻസ് വേജിനെ കഴിഞ്ഞ് കൂടുതലായിട്ട് എന്താണോ ഈ പറയുന്ന ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അതിനെയാണ് ഈ പറയുന്ന ഓക്കെ വാല്യൂ ഓഫ് ഈ പറയുന്ന ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സബ്സ്റ്റൻസ് വേജിനെ കഴിഞ്ഞ് കൂടുതലായിരിക്കും, ബിക്കോസ് ദർ ഈസ് എ സർപ്ലസ് വാല്യൂ. അപ്പോൾ അതാണ് അതിലും ഗ്രേറ്റർ ആയിട്ടുള്ളൊരു ഇതായിരിക്കും നമുക്ക് വരും. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനത് അടുത്തൊരു സ്ലൈഡിൽ ഞാൻ പറയാം. ഇതിൽ സർപ്ലസ് വാല്യൂ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സബ്സ്റ്റൻസ് വേജ്, or it is a difference between what is produced by the labor and what is received by the labor. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, കഴിഞ്ഞൊരു സ്ലൈഡിൽ നമുക്ക് ആ ലാസ്റ്റ് സ്ലൈഡിൽ നോക്കാം. വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറയുന്നത് സി പ്ലസ് വി പ്ലസ് എസ് ആണ്. എന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ, വേരിയബിൾ ക്യാപിറ്റൽ ആൻഡ് സർപ്ലസ് ക്യാപിറ്റൽ. ഇത് മൂന്നും കൂടെ കൂടിച്ചേരുന്നതാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. വേരിയബിൾ ക്യാപിറ്റലിന് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ് വേജ്. വേജ് വിൽ ബി ഒൺലി അറ്റ് എ സബ്സിസ്റ്റൻസ് ലെവൽ. അതാണ് മാക്സ് പറയുന്നത്. അപ്പം സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്, സർപ്ലസ് ക്യാപിറ്റൽ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സബ്സിസ്റ്റൻസ് വേജ് ആൻഡ് ടോട്ടൽ വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂയിൽ നിന്ന് സബ്സ്റ്റൻസ് വേജ് കുറച്ച് കഴിഞ്ഞ് ബാക്കി കിട്ടുന്നതാണ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ് ഇറ്റ്സ് എ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ലേബർ ആൻഡ് റിസീവ്ഡ് ബൈ ലേബർ. ഇപ്പോൾ ഒരു ലേബർ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾക്ക് 100 യൂണിറ്റ് അല്ലെങ്കിൽ ഒരു 1000 റുപ്പീസിന് തുല്യമായിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷേ അയാൾക്കൊരു 500 റുപ്പീസേ കൊടുക്കുന്നുള്ളൂ. ബാക്കി വരുന്ന 500 എന്തായിരിക്കും, അവിടെ ഒരു സർപ്ലസ് ആണ്. അപ്പോൾ അതാണ് സർപ്ലസ് വാല്യൂ എന്നത് കൺസെപ്റ്റിൽ മാക്സ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ദ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ, റെമ്യൂണറേഷന് കൊടുക്കുന്ന വേരിയബിൾ അത് ഫിക്സഡ് ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആണ്. അതിന് അഡീഷണലായിട്ട് ഒന്നും വരുന്നില്ല, ഒരു എക്സ്പെൻസും വരുന്നില്ല. കാരണം അഡീഷണലായിട്ട് കൊടുക്കേണ്ട ചിലവ് വേരിയബിൾ ക്യാപിറ്റലിനേ വരുന്നുള്ളൂ, ലേബറിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലേബറിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് സബ്സിസ്റ്റൻസ് വേജാണ്. വേജ് ഈസ് അറ്റ് എ സബ്സിസ്റ്റൻസ് ലെവൽ എന്ന് വെച്ചാൽ വളരെ മിനിമം ലെവൽ വേജാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഇതിലും കൂടുതലായിട്ട് എത്ര വാല്യൂ ലേബർ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനെയാണ് എന്തെന്ന് പറയുന്നത് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് ആൻഡ് വർക്കിംഗ് അവേഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ സബ്സ്റ്റൻസ് വേജ്.
is also commonly known as the social necessary labor. ഓക്കെ, ഇനി സർപ്ലസ് വാല്യൂ ഇസ് എ മോണിറ്ററി വാല്യൂ ഓഫ് സർപ്ലസ് ലേബർ. അപ്പോൾ കൂടുതലായിട്ട് എത്ര ഈ പറയുന്ന അതിൻ്റെ ഒരു കൂടുതലായിട്ട് ലേബർ എത്രയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു അവർക്ക് കിട്ടുന്നതിലും കൂടുതൽ എത്രയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു മോണിറ്ററി വാല്യൂവിനെയാണ് ഈ പറയുന്ന സർപ്ലസ് ലേബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ബൈ 3 ways സർപ്ലസ് ലേബർ ക്യാൻ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ 3 മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് സർപ്ലസ് ലേബർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് മാർക്സ് പറയുന്നത്. ഒന്നാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത് ബൈ പ്രൊലോങ്ങിങ് ദ ടോട്ടൽ വർക്കിംഗ് അവേഴ്സ്. രണ്ടാമത് ബൈ റെഡ്യൂസിങ് ദ സബ്സ്റ്റൻസ് വേജ്. മൂന്നാമത് ബൈ ഇൻക്രീസിങ് ദ എഫിഷ്യൻസി ഓഫ് ലേബർ. അപ്പോൾ ഇങ്ങനെ 3 മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സർപ്ലസ് ലേബർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു തൊഴിലാളി പ്രൊഡ്യൂസ് ചെയ്യുന്നതും എന്നാൽ അയാൾക്ക് കിട്ടുന്നതും തമ്മിലുള്ള ഡിഫറൻസ്. കിട്ടുന്നത് കുറവും എന്നാൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലുമായിരിക്കും. അപ്പോൾ എന്താണോ അധികമായിട്ട് അയാൾക്ക് കിട്ടുന്ന വേതനത്തെ കഴിഞ്ഞ് അധികമായിട്ട് എന്താണോ അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെയാണ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. ഈ സർപ്ലസ് ലേബർ അല്ലെ സർപ്ലസ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുള്ള 3 മാർഗ്ഗം. ഒന്നുകിൽ എന്താണ് കൂടുതൽ അവേഴ്സ് ലേബർ വർക്കേഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിക്കാം, ഒരേ വേജ് കൊടുത്തുകൊണ്ട്. രണ്ടാമത്തത് ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ബൈ റെഡ്യൂസിങ് ദ സബ്സിസ്റ്റൻസ് വേജ് കുറച്ചുകൊണ്ട് പറയുന്ന സർപ്ലസ് കൂട്ടാൻ പറ്റും. മൂന്നാമത്തെ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ബൈ ഇൻക്രീസിങ് ദ എഫിഷ്യൻസി ഓഫ് ലേബർ. Surplus labor by prolonging the working hours called the absolute surplus value, and by reducing the subsistence wage is called relative surplus value. And normally the capitalists adopt the third method of increasing the product or surplus value, because the first 2 methods will invite retaliation or agitation from workers. അപ്പം ഒരു ക്യാപിറ്റലിസ്റ്റിനെ സംബന്ധിച്ച് അയാൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് സർപ്ലസ് ലേബർ കൂട്ടുന്നതിന് വേണ്ടി വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ്, വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതായിരിക്കും, അങ്ങനെ ഒരു മാർഗ്ഗമായിരിക്കും അത് അയാൾ സാധാരണഗതിയിൽ അഡോപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു കാഴ്ചപ്പാടാണ് ഈ സർപ്ലസ് ലേബറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് മാർക്സിയൻ ഇതിൽ പറഞ്ഞത്. അപ്പം ഇത്രയേ ഉള്ളൂ. വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി എമൗണ്ട് ഓഫ് ടൈം നീഡഡ് ടു പ്രൊഡ്യൂസ് ദാറ്റ് കമ്മോഡിറ്റി. ഇൻ അതർ വേർഡ്സ്, അതോടൊപ്പം തന്നെ വേജ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി ലേബർ അവേഴ്സ്. എത്ര ലേബർ അവേഴ്സാണ് അതിൽ എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഇൻ എ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ദർ ആർ 3 ടൈപ്സ് ഓഫ് വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി കമ്പോസ്ഡ് ഓഫ് 3 എലമെൻറ്റ്സ്. ഏതൊക്കെയാണ്? കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ, വേരിയബിൾ ക്യാപിറ്റൽ ആൻഡ് സർപ്ലസ് ക്യാപിറ്റൽ. അതിൽ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ ഫിക്സഡ് ആയിരിക്കും. അതിൽ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിന് മെയിനായിട്ടും വേരിയബിൾ ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തതുകൊണ്ടായിരിക്കും. അപ്പം വേരിയബിൾ ക്യാപിറ്റൽ എത്രമാത്രം അത് അവർക്ക് കിട്ടുന്ന വേതനത്തെ കഴിഞ്ഞ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതാണ് സർപ്ലസ് ലേബർ എന്ന് പറയുന്നത്. ഇത് ഇൻക്രീസ് ചെയ്യുന്നതിന് 3 മാർഗ്ഗങ്ങളാണ്. ഒന്ന്, കൂടുതൽ സമയം വരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. പക്ഷെ അത് എന്താണ് ഈ വർക്കേഴ്സിൻ്റെ എതിർപ്പിന് കാരണവും ബൈ റെഡ്യൂസിങ് ദ സബ്സ്റ്റൻസ് വേജ് ദാറ്റ് വിൽ ഓൾസോ ഇൻവൈറ്റ് ദ റിട്ടാലിയേഷൻ ഫ്രം ദ പാർട്ട് ഓഫ് വർക്കേഴ്സ്. ദെൻ ഓൺലി വേ ദ ക്യാപിറ്റലിസ്റ്റ് ക്യാൻ അപ്ലൈ to increase the production or the value of surplus or the surplus value is to increase the efficiency of workers. ഇത്രയുമാണ് ഈ പറയുന്ന വാല്യൂ ഓഫ് കമ്മോഡിറ്റി ഇതിൽ പറയുന്നത്. നൗ ലെറ്റ്സ് സീ ദ ബേസിക് റേഷ്യോസ്. അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന വാല്യൂ വെച്ചിട്ട് നമുക്ക് 1-2 ബേസിക് റേഷ്യോസ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ മാക്സിമം 2-3 റേഷ്യോസാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഒന്നാമത്തത് ഒരു റേഷ്യോ എന്ന് പറയുമ്പോൾ റേഷ്യോ ഓഫ് സർപ്ലസ് വാല്യൂ ഓർ റേറ്റ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, S/V. എസ് എന്ന് പറയുമ്പോൾ എന്താണ്? സർപ്ലസ് വാല്യൂ. ബി എന്ന് പറയുമ്പോൾ വേരിയബിൾ ക്യാപിറ്റൽ. അപ്പം ഇത് റേഷ്യോ ഓഫ് സർപ്ലസ് വാല്യൂ ഓർ റേഷ്യോ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, അതാണ് ഇത് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഒരു റേഷ്യോ എന്ന് പറയുമ്പോൾ C/V. അപ്പോൾ ഇതിന് മാക്സിമം കൊടുക്കുന്ന പേരാണ് ഓർഗാനിക് കമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ. മൂന്നാമത്തെ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ S/C
C+V. ഇതാണ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ആ റേഷ്യോ. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഇതാണ്: ദർ ഇസ് എ direct relationship between the rate of surplus value and inverse relationship between the rate of profit and organic composition of capital. അപ്പം സർപ്ലസ് വാല്യൂ കൂടുന്നതനുസരിച്ച് റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ദർ ഇസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഓർഗാനിക് കമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ സർപ്ലസ് വാല്യൂമായിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പും എന്ന് വെച്ചാൽ സർപ്ലസ് കൂടുമ്പോൾ നോർമലി പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഓർഗാനിക് കമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ, ഓർഗാനിക് കമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഈ പറയുന്നത് നമ്മൾ CYV ആണ്. അതിൽ വിയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ എന്താണ്, ഓർഗാനിക് കമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ കുറയും. വിയുടെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓർഗാനിക് കമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ കൂടുകയും ചെയ്യും. അപ്പോൾ സബ്സ്റ്റൻസ് വേജ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാപിറ്റൽ കൂടുതൽ അക്യുമുലേഷൻ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്തായിരിക്കും, അപ്പം ഈ പറയുന്ന C/V റേഷ്യോ കുറയുകയും അല്ല കൂടുകയും അതിൻ്റെ ഫലമായിട്ട് റേറ്റ് ഓഫ് പ്രോഫിറ്റ് കുറയുകയും ചെയ്യും. സോ ദർ ഈസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഓർഗാനിക് കമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ്. And with these ratios, Marx explains the process of capital accumulation and falling rate of profit and resultant capitalist crisis. അപ്പോൾ ഈ ഒരു റേഷ്യോ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ക്രൈസിസ് സിറ്റുവേഷൻ അതൊക്കെ അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു എന്ന് പറയുമ്പം ക്യാപിറ്റൽ അക്യുമുലേഷൻ ആൻഡ് ഫോളിങ് റേറ്റ് ഓഫ് പ്രോഫിറ്റ്. എങ്ങനെയാണ് കൂടുതൽ ക്യാപിറ്റൽ വരുമ്പോൾ ഈ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ല ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓർഗാനിക് കമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് കുറയുന്നത്. അദ്ദേഹം ഇൻ ദ പ്രോസസ് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസും എവറിത്തിങ് ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ച്, ആൻഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ്, ദ പ്രോസസ് ഓഫ് ചേഞ്ച്, the workers will be or the laborers will be replaced with capital, more and more capital. The amount of capital accumulation depends on the surplus value. അപ്പോൾ അതിൽ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ ഈ വർക്കേഴ്സിനെ കൂടുതലായിട്ട് അവരുടെ എണ്ണം കുറച്ച് കൊണ്ടുവന്ന്, കാരണം ഇറ്റ്സ് എ വാല്യൂ ഓഫ് ഈ എന്താ പറയുക ഈ സർപ്ലസ് വാല്യൂ കൂട്ടണമെങ്കിൽ അവർക്ക് എന്താ ചെയ്യേണ്ടത്, അവർക്ക് ദേ ഹാവ് ടു റെഡ്യൂസ് ദ വേജ്, ലെവൽ ഓഫ് വേജ്. അതിനവർക്ക് വർക്കേഴ്സിനെ റീപ്ലേസ് ചെയ്യണം, ക്യാപിറ്റൽ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ബിക്കോസ് ദ റെമ്യൂണറേഷൻ വിച്ച് എ ഫിക്സഡ് ക്യാപിറ്റൽ അതിലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും അഡീഷണൽ അവിടെ വേരിയബിൾ അല്ല, അല്ലേ അഡീഷണലായിട്ട് കൂടുതലായിട്ട് അഡീഷണൽ ഇൻകം അല്ലെങ്കിൽ പേയ്മെൻറ്റ് അതിൻ്റെ അകത്ത് വരുന്നില്ല. Okay, the amount of capital accumulation depends on surplus value, and capitalists save the surplus and reinvest in the economy, which will result in capital accumulation. And working class are not able to save because they get only subsistence wage, and thus the rate of exploitation determines the surplus value, and which in turn determines the capital accumulation. When constant capital increases in relation of variable capital, organic composition of capital decreases, which will lead to more capital accumulation. Then the rate of profit falls, and this would ultimately lead to decay of capitalism. And capital accumulation is a real disease of capitalism, and they believe that capital accumulation brings more profit to them. But the contradiction is that more and more capital accumulation leads to less and less profit, that leads to capitalist crisis. അപ്പോൾ ഇതാണ് നമ്മുടെ കാൾ മാർക്സ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റുകൾ ദേ വാണ്ട് ടു റീപ്ലേസ് ദ വർക്കേഴ്സ് വിത്ത് ക്യാപിറ്റൽ, ആൻഡ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഈസ് പോസിബിൾ ഓൺലി വെൻ ദെയർ ഈസ് സർപ്ലസ് വാല്യൂ, ആൻഡ് ദിസ് സർപ്ലസ് ക്യാൻ ബി ക്രിയേറ്റഡ് ഓൺലി ബൈ
ദ ക്യാപിറ്റലിസ്റ്റ് ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് ദ സർപ്ലസ് വാല്യൂ. പക്ഷെ വർക്കേഴ്സിനെ കൊണ്ട് അവർക്ക് ഈ പറയുന്ന ക്യാപിറ്റൽ അക്യുമുലേഷൻ അല്ലെങ്കിൽ സേവിങ്ങോ ഒന്നും അവരുടെ ഭാഗത്തുനിന്നും സംഭവിക്കില്ല. കാരണം എന്താണ്? ക്യാപിറ്റലിസ്റ്റിന് മാത്രമേ സേവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം ഈ സർപ്ലസ് കിട്ടുന്നത് മുഴുവനും പോകുന്നത് ആരുടെ കൈവശമാണ്? ക്യാപിറ്റലിസ്റ്റുകളുടെ കൈകളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ക്യാപിറ്റലിസ്റ്റുകൾക്കേ ഇത് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ വർക്കേഴ്സിനെ സംബന്ധിച്ച് എന്താണ്? ദേ ആർ ഗെറ്റിംഗ് ഓൺലി സബ്സിസ്റ്റൻസ് വേജ്, ദേ ആർ നോട്ട് ഏബിൾ ടു സേവ്. അതുകൊണ്ട് ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറയുന്നത് വർക്കേഴ്സിനെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ക്യാപിറ്റലിസ്റ്റാണ് അവരുടെ സർപ്ലസ് വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് അവർ സേവ് ചെയ്തും അത് ക്യാപിറ്റൽ ഫോർമേഷനായി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കും. ഓക്കെ, ദെൻ ദ റേറ്റ് ഓഫ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ക്യാപിറ്റൽ അക്യുമുലേഷൻ they have to increase the surplus value. For this, they have to exploit the more workers, which would maximize the rate of profit or the surplus value, and which would maximize increases the capital accumulation and profit. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഇത്രയാണ് നിങ്ങൾ മനസ്സിലാക്കുക. ക്യാപിറ്റലിസ്റ്റിനാണ് ഈ സർപ്ലസ് വാല്യൂ കിട്ടുന്നത്. അതുകൊണ്ട് അവരെ കൊണ്ടേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അവരിലൂടെ മാത്രമേ ഈ ക്യാപിറ്റൽ അക്യുമുലേഷൻ പോസിബിൾ ആവുന്നു. വർക്കേഴ്സിന് എന്താണ്? ദേ ആർ ഗെറ്റിംഗ് ഓൺലി സബ്സ്റ്റൻസ് വേജ്, സോ ദേ കനോട്ട് സേവ്, ദേ കനോട്ട് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഈസ് നോട്ട് പോസിബിൾ ഫോർ വർക്കേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് സർപ്ലസ്, ദ എക്സ്പ്ലോയിറ്റേഷൻ ടേക്സ് പ്ലേസ്, വിച്ച് ഇൻ ടേൺ ലീഡ്സ് ടു മോർ ക്യാപിറ്റൽ അക്യുമുലേഷൻ. അപ്പോൾ അതിൽ വെൻ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ ഇൻക്രീസ് ഇൻ റിലേഷൻ ടു വേരിയബിൾ ക്യാപിറ്റൽ, നോർമലി എന്താ സംഭവിക്കുക? നമ്മൾ C/V ഓർഗാനിക് കമ്പോസിഷൻ ഓഫ് ക്യാപിറ്റലിൻ്റെ ആ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടു. C/V ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഡിക്രീസ് ചെയ്യും. അതാണ് നമ്മുടെ ഇതിൽ മാത്സ് പറയുന്നത്. അപ്പോൾ നോർമലി ദർ ഇസ് എ തിങ്കിങ് ദാറ്റ് ദ ഫിക്സഡ് ക്യാപിറ്റൽ കോൺസ്റ്റൻറ്റ് ഇൻക്രീസ് ഇൻ ദ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ ബ്രിങ്സ് more profit to the system, more profit to the capitalist. But actually what happens is an increase in the value of constant capital decreases the organic composition of capital, increases leads to when constant capital increases in relation to variable capital, the organic composition of capital increases, which will lead to more capital accumulation. അപ്പോൾ അത് വീണ്ടും ഒരു ക്യാപിറ്റൽ അക്യുമുലേഷനിലേക്ക് അത് പോകും. ദെൻ ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ് വിൽ ഫോൾ ആൻഡ് ദിസ് വുഡ് അൾട്ടിമേറ്റ്ലി ലീഡ് ടു ഡിക്കേ ഓഫ് ക്യാപിറ്റലിസം. അപ്പോൾ ഈ ഓർഗാനിക് കമ്പോസിഷൻ അല്ലെങ്കിൽ ഈ കമ്പോസിഷൻ്റെ വാല്യൂ കൂടുമ്പോൾ അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഈ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റലിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് കൂടുതൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ വരുമ്പോൾ ഒരുപാട് വർക്കേഴ്സിനെ ഡിസ്പ്ലേസ്ഡ് ആവും. ഒരുപാട് വർക്കേഴ്സ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കേഴ്സിനെ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഒരുപാട് വർക്കേഴ്സ് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിൻ്റെ ഒരു പ്രൊലറ്റേറിയൻ ആർമി തന്നെ അവിടെ ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യങ്ങളൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഈ കൂടുതൽ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ വരുമ്പോൾ C/V നമ്മൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടു. ഓർഗാനിക് കമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ കൂടുതൽ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ വരുമ്പോഴത്തേനും എന്തായിരിക്കും സംഭവിക്കുക? ഓർഗാനിക് കമ്പോസിഷൻ്റെ ആ ഒരു കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന പോലെ കൂടുതൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ അവിടെ പോസിബിളും. ക്യാപിറ്റൽ അക്യുമുലേഷൻ വരും. ക്യാപിറ്റൽ അക്യുമുലേഷൻ വരുന്നതനുസരിച്ച് എന്താണ്? കൂടുതൽ അവരുടെ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. Because the value is created, the surplus value can only be created by labor. When the number of labor decreases and the quantity of constant capital increases, the organic composition of capital decreases and the total profit will be reduced, and this ultimately leads to a decay of capitalism. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് എ ക്യാപിറ്റലിസ്റ്റ് ക്രൈസിസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എത്തിച്ചേരുകയാണ്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ക്രൈസിസ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഇതാണ്.
This is a result of exploitation of workers. In order to increase employ more and more capital, many workers are displaced. Instead of workers or laborers, capital was replaced. അപ്പോൾ അതിന് വർക്കേഴ്സിന് പകരം ക്യാപിറ്റലിസ്റ്റിനെ ക്യാപിറ്റൽ കൂടുതലായിട്ട് വന്നു, മെഷീനറി കൂടുതലായിട്ട് കൊണ്ടുവന്നു. അതിലൂടെ എന്താണ് പക്ഷേ എന്താണ് അവിടെ പ്രോഫിറ്റ് കൂടിയല്ല, അവിടെ കോസ്റ്റ് കൂടിയാണ്. അവരെ സംബന്ധിച്ച് ചിലവ് കൂടുകയാണ് അവർക്ക് ചെയ്തത്. പക്ഷേ നേരെ മറിച്ച് എന്താ സംഭവിക്കുക? ദർ ക്രിയേറ്റഡ് എ ലാർജ് വോളിയൂം ഓഫ് ഡിസ്പ്ലേസ്ഡ് വർക്കേഴ്സ് ആൻഡ് എ പ്രൊലറ്റേറിയൻ ആർമി വാസ് ഫോംഡ്. ആൻഡ് ഫൈനലി ദി എക്സ്പ്ലോയിറ്റേഷൻ would inevitably drive the working class to rebel against this capitalist system. അപ്പോൾ അവർ ഈ പറയുന്ന അനീതികൾക്കെതിരെ എല്ലാം അവസാനം ആകുമ്പോൾ വർക്കേഴ്സ് എല്ലാം പ്രതികരിക്കും, അവരതിനെതിരെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്താണ്? They will react against the capitalist system, and they will overthrow the capitalist system, and a new system will be established with a proletarian dictatorship, and finally it leads to a classless and stateless society called communism, and that will be established. അപ്പം ഈ പ്രൊലറ്റേറിയൻസ് അല്ലെങ്കിൽ പ്രൊലട്രേറ്റ് അവർ ഈ പറയുന്ന വർക്കേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തെ ഓവർത്രോ ചെയ്യും. അവിടെ ഒരു കമ്മ്യൂണിസം നിലവിൽ വരും എന്നാണ് മാർക്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ബൃഹത്തായിട്ടുള്ള, വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് സിസ്റ്റത്തിൻ്റെ എവല്യൂഷൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമുള്ള ആദ്യം എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഒരു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ അദ്ദേഹം എന്താ പറയുന്നത്? ദ പ്രോസസ് ഓഫ് ചേഞ്ച്, ഹൗ ദ ചേഞ്ച് ഹാപ്പൻസ്, എങ്ങനെയുള്ള ചേഞ്ചസാണ് വരുന്നത്. അതിനുശേഷം അദ്ദേഹം എന്താ പറയുന്നത്? ദ റീസൺസ് ഫോർ ചേഞ്ച്, എന്തൊക്കെയാണ് അതിനുള്ള കാരണം. അതിനുള്ള റീസൺ ഒറ്റ കാര്യമേ ഉള്ളൂ, മെറ്റീരിയലിസം. അപ്പോൾ അത് ഹിസ്റ്റോറിക്കലാണ്, ഒരു എവല്യൂഷണറി പ്രോസസ്സാണ്. അപ്പോൾ അത് ആ മെറ്റീരിയലിസമാണ് ഈ പറയുന്ന ചേഞ്ച്, എല്ലാ ചേഞ്ചിനും കാരണം. ദെൻ സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ 6 സ്റ്റേജാണ്. പ്രിമിറ്റീവ് സ്റ്റേജ്, ദെൻ ഒരു സ്ലേവറി സ്റ്റേജ്, ദെൻ ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം. അങ്ങനെ 6 സ്റ്റേജസാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം വാല്യൂ ഓഫ് കമ്മോഡിറ്റി, വാല്യൂ ആൻഡ് സർപ്ലസ് വാല്യൂ ആണ് പറഞ്ഞത്. ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് അതിനുവേണ്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു നീഡെന്ന് പറഞ്ഞാണ്. അതേപോലെ ഒരു വേജ് റേറ്റ് തീരുമാനിക്കുന്ന പറഞ്ഞാൽ എത്രയാണ് ലേബർ അവേഴ്സാണ് ഒരാൾ എംപ്ലോയ് ചെയ്യുന്നത്. നോർമലി സബ്സ്റ്റൻസ് വേജ് വിൽ ബി ഗിവൺ ടു ദ വർക്കേഴ്സ്. അതേപോലെ തന്നെ വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി കൺസിസ്റ്റ് ഓഫ് 3 elements: constant capital, variable capital and surplus capital. That means C plus V plus S. ദെൻ അതിൽ സർപ്ലസ് വാല്യൂ എന്താണെന്ന് കണ്ടു. ഇൻ അഡീഷൻ ടു ദ സബ്സ്റ്റൻസ് വാട്ട് എ ലേബർ ക്യാൻ പ്രൊഡ്യൂസ്, ദാറ്റ് ഈസ് സബ്സ്റ്റൻസ് സർപ്ലസ് വാല്യൂ. അപ്പോൾ അത് കൂട്ടുന്നതിനുള്ള 3 മാർഗ്ഗങ്ങൾ കണ്ടു. അതോടൊപ്പം തന്നെ നോർമലി ക്യാപിറ്റലിസ്റ്റ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അവരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക, അതിലൂടെ സർപ്ലസ് വാല്യൂ കൂട്ടുക. ബട്ട് ആക്ച്വലി സംഭവിക്കുന്നത് അതിന് തികച്ചും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ 3 റേഷ്യോസ് കൊണ്ട് അതിൽ ഓർഗാനിക് കമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ കൂടുമ്പോൾ റേറ്റ് ഓഫ് പ്രോഫിറ്റ് കുറയും. ഓർഗാനിക് കമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ കൂടാൻ കാരണം ത്രൂ മോർ ആൻഡ് മോർ ക്യാപിറ്റൽ അക്യുമുലേഷൻ, and for this they start exploiting workers, reduce the substance wage, then the displaces more workers, and finally proletarian army is formed, or displaced workers is united together and start fighting, they agitate against the capitalist system, and finally it will be overthrown and a communism will be established. Okay, so this is a basic Marxian ideology or philosophy of Karl Marx. Thank you.